എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുടങ്ങാതെ കാണുന്നു, അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. അതായത് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഒരുപാട് പേര് പുതിയ ലാപ്ടോപ്പും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. അപ്പം നമ്മൾ ഈ ലാപ്ടോപ്പൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണണം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് കിടക്കാം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒരുപാട് പേര് കണ്ടു. ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയി. എല്ലാവരുടെയും കമന്റ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മുടെ ക്ലാസ് അത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാകുന്നു, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ ഓരോരുത്തരുടെയും കമന്റ് കാണുമ്പം ഒത്തിരി സന്തോഷമാണ്. അപ്പം ഞാൻ കമന്റ്സ് ഇങ്ങനെ നോക്കിയ വഴിക്ക് കണ്ടതാണ്. കേരള ഇന്ത്യ എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്നാണ് വന്നത്. അപ്പൊ അതാരാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കാണുവാണെങ്കിൽ ജസ്റ്റ് ആരാണെന്ന് പേര് കൂടെ ചെയ്താൽ നന്നായിരിക്കും. അപ്പം ആ ഒരു ഐഡിയിൽ നിന്നാണ് വന്നത്. അതായത് നമ്മുടെ ക്ലാസ് ഒരുപാട് ഇഷ്ടമാണ്, അത്രത്തോളം അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പം എന്താ പറയാ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം ഒരു സന്തോഷമാണ്. കാരണം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നു, നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മൾ അതൊക്കെ അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ചില ദിവസങ്ങളിലും നമുക്ക് സമയം കിട്ടാറില്ല, കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ നോക്കുന്ന വഴിക്ക് എങ്ങനെയും സമയം കണ്ടെത്തി ചെയ്യണമെന്നൊരാഗ്രഹമാണ്. അപ്പം ഇന്നലത്തെ ക്ലാസ് ഒരുപാട് പേര് കണ്ടു. അതായത് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് തന്നെ എത്രയോ പേര് പുതിയതായിട്ട് ലാപ്ടോപ്പ് വാങ്ങിച്ചു പഠിക്കാൻ തുടങ്ങി. ഒരുപാട് പേര് പഠിച്ചു. അതൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ. അപ്പൊ അവരൊക്കെ റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ്, മിസ്സേ ലാപ്ടോപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം പറയാൻ പോകുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ് ചെയ്തത്. അപ്പൊ ഒരുപാട് പേര് ആ ക്ലാസ് കണ്ടു, എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്ലാസ് ഇന്ന് ചെയ്യാമെന്ന്. അതായത് അതുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ്. നമ്മള് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പം ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് തുടക്കക്കാർക്ക് അറിയാൻ തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരിക്കത്തില്ല. അപ്പം അവരും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു 2-3 കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കുറച്ചേറെ കാര്യങ്ങളുണ്ടെങ്കിലും ഈ 2-3 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു 2-3 കാര്യമാണ്. അപ്പൊ നേരെ നമുക്ക് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, ഒന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഏതൊരു കമ്പ്യൂട്ടർ ആയിക്കോട്ടെ. അതായത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്താന്ന് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതായി കാണിച്ചു തരുന്ന ഇതാണ് ഡെസ്ക് ടോപ്പ്. അതായത് പേരിൽ തന്നെ ഉണ്ട്, ഡെസ്കിന്റെ ടോപ്പിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ. അതായത് സ്ക്രീൻ സെപ്പറേറ്റ് ആണ്, CPU സെപ്പറേറ്റ് ആണ്, അതുപോലെ തന്നെ കീബോർഡും മൗസും ഇതെല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഡയറക്റ്റ് പോയി ഈ കാണുന്ന പോലെ തന്നെ സ്വിച്ച് നമ്മളങ്ങ് ഓഫ് ചെയ്യുവാണ്. സിസ്റ്റം ഓഫ് ആക്കാതെ തന്നെ ഡയറക്ട്ലി നമ്മൾ പവർ സപ്ലൈയിൽ നിന്നുള്ള സ്വിച്ച് ഓഫ് ആക്കുവാണ്. കാരണം ആ സ്വിച്ച് ഓഫ് ആക്കിയാലും കമ്പ്യൂട്ടർ ഓഫ് ആകും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാല് അതാണ്. അപ്പം അങ്ങനെ ഡയറക്റ്റ് നമ്മൾ പവർ സപ്ലൈയിൽ നിന്നും ഓഫ് ആക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാല് ഒരു 70 മുതൽ 80% വരെ നമ്മുടെ സിസ്റ്റം തന്നെ ഡാമേജ് ആകാന് ഒരു പ്രധാന കാരണമാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്തെ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാല് പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡേറ്റയാണ്. അതായത് ഡാറ്റയെ, വിവരങ്ങളെ സ്ഥിരമായി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്തെ സോഫ്റ്റ്വെയറിന്റെ ഫയലുകളൊക്കെ മിസ്സിംഗ് ആകാനും സാധ്യതയുണ്ട്. അപ്പം നമ്മള്
അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ആദ്യമേ അവർക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവര് നേരെ ഡയറക്റ്റ് പോയിട്ട് സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മൾ അതിന്റെ സ്വിച്ച് ഡയറക്റ്റ് പോയി അങ്ങ് ഓഫ് ആക്കാൻ പാടില്ല. അപ്പൊ ഇത് ഓൺ ആക്കാനും അല്ലെങ്കിൽ ഓഫ് ആക്കാനും ഒക്കെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ ആ ഒരു മെത്തേഡിൽ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു UPS കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ UPS എന്ന് പറഞ്ഞാല് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് UPS. അതായത് കറണ്ട് ഇല്ലാത്തപ്പോഴും നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു പവർ സപ്ലൈ കൊടുക്കുകയാണ്. അതാണ് UPS എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ്. അപ്പൊ നമ്മുടെ സിസ്റ്റം ഈ UPS-മായി കണക്ട് ചെയ്തേക്കുവാണേലും ഡയറക്റ്റ് നമ്മൾ പോയി ഈ ഒരു UPS ഓഫ് ചെയ്ത് കഴിഞ്ഞാലും സിസ്റ്റം ഓഫ് ആകും. അപ്പൊ അങ്ങനെയും നമ്മൾ ചെയ്യാൻ പാടില്ല. കമ്പ്യൂട്ടറിനെ ഓഫ് ആക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു UPS ആയാലും അല്ലെങ്കിൽ പവർ സപ്ലൈയിലെ സ്വിച്ച് ആയാലും ഓഫ് ആക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വേ. കമ്പ്യൂട്ടർ ഓഫ് ആക്കണമെങ്കിൽ നമ്മൾ അതിനെ ഷട്ട് ഡൗൺ ചെയ്തിരിക്കണം. അപ്പൊ ഈ ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ എല്ലാം ആ ഒരു ലൈറ്റ് എല്ലാം ഓഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞതിലെ കാര്യം സിമ്പിൾ ആണ്. ഇത്രയും കാര്യമേ ഉള്ളൂ. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്റ്റ് പോയി സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല. പകരം നമ്മുടെ സിസ്റ്റത്തിനെ അതിനകത്ത് തന്നെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനെ നമ്മൾ ഓഫ് ചെയ്യുക. അപ്പൊ ഷട്ട് ഡൗൺ ചെയ്ത് മാത്രമേ സിസ്റ്റത്തിനെ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് നമ്മൾ പവർ സപ്ലൈയിൽ നിന്നോ അല്ലെങ്കിൽ UPS-ൽ നിന്നോ സിസ്റ്റത്തിനെ ഓഫ് ആക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്കിന് കംപ്ലൈന്റ് വരാം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഫയലൊക്കെ മിസ്സിംഗ് ആകാനും സാധ്യതയുണ്ട്. നമ്മുടെ സിസ്റ്റം തന്നെ നശിച്ചു പോകാൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി എങ്ങനെയാണ് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ കമ്പ്യൂട്ടറിനെ ഓഫ് ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഓപ്ഷൻസ് കിടക്കുന്നത് സ്റ്റാർട്ട് ബട്ടണിലാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാല് വിൻഡോസ് 11 ആണിത്. ഈ കാണുന്ന ഈ 4 ബോക്സ് പോലുള്ള ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പൊ ഈ കാണുന്നതെല്ലാം നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രോഗ്രാമുകളാണ്. നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ സ്റ്റാർട്ട് ബട്ടണിൽ കൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓപ്പൺ ആയി വരും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാനാണ്. അപ്പൊ ഈ വിൻഡോസ് 11 നമുക്ക് ഷട്ട് ഡൗൺ കിടക്കുന്നത് ഈ പേജിന്റെ ഏറ്റവും താഴെ ഇതാണ്. ഒരു പവർ പോലൊരു സിമ്പിൾ കാണാൻ പറ്റും. അപ്പൊ ആ സിമ്പിള് സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ഷന് വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെക്കുക. ഇപ്പൊ ഏത് കാര്യമാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് അതിലോട്ട് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നോക്കിയ വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഷട്ട് ഡൗൺ. അപ്പൊ ഇതാണ് ഷട്ട് ഡൗണിലോട്ട് ജസ്റ്റ് മൗസ് വെച്ചപ്പോ തന്നെ അവിടെ ഒരു കാര്യം എഴുതി കാണിച്ചു, ക്ലോസസ് ഓൾ ആപ്സ് ആൻഡ് ടേൺ ഓഫ് ദ PC. അതായത് സിസ്റ്റത്തിനെ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മൗസ് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇത്രയും ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക. അതിനുശേഷം നമുക്കതിനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്. അപ്പൊ പോവാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മൗസ് ഷട്ട് ഡൗണിലോട്ട് വെക്കുക. ഷട്ട് ഡൗണിന്റെ എവിടെയെങ്കിലും വെക്കുക. ഇപ്പൊ മിസ് ഇവിടെ വെച്ചു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സിസ്റ്റമാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് എവിടെ വേണമെങ്കിലും മൗസ് വെക്കാം. ഈ ഷട്ട് ഡൗൺ എന്ന് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ സിസ്റ്റം ഓഫ് ആയി പോകും. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുവാണ്. സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം പവർ ബട്ടൺ സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ഷട്ട് ഡൗൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തോണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ്. സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ബട്ടണിൽ മൗസ് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ, സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വന്നു. ഇനി അതിനകത്ത് പവർ ബട്ടൺ സെലക്ട് ചെയ്യാൻ പവർ ബട്ടണിൽ മൗസ് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ. അതിനുശേഷം ഷട്ട് ഡൗൺ സെലക്ട് ചെയ്യാൻ ഷട്ട് ഡൗണിൽ മൗസ് വെച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഓഫ് ആയി പോകും. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ ഈ ഷട്ട് ഡൗൺ
പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് ഓഫ് ആകത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ചിലപ്പോ ഒരു 10-20 സെക്കൻഡ്, ചില സിസ്റ്റം ഇനി അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റ് അത്രയൊക്കെ എടുക്കാം. അതായത് സിസ്റ്റത്തിന്റെ അതനുസരിച്ചിരിക്കും. അപ്പൊ കൂടുതലും നമുക്കൊരു 20 സെക്കൻഡ് ഒക്കെ സമയം എടുക്കും. എടുത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന സ്ക്രീന് ഓഫ് ആയി പോകും. അതായത് നമുക്കറിയാൻ പറ്റുമല്ലോ, കാണുന്ന സ്ക്രീന് ഓഫ് ആയി പോകും. അപ്പൊ അങ്ങനെ സ്ക്രീൻ ഓഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഡെസ്ക്ടോപ്പ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഷട്ട് ഡൗൺ ചെയ്തു. അതിനുശേഷം ഈ വിൻഡോസ് 7 എന്ന് കാണുന്ന ഈ ഒരു സ്ക്രീൻ എല്ലാം ഓഫായി അതിനുശേഷം മാത്രമേ നമ്മൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ഷട്ട് ഡൗൺ ഉടനെ ചെയ്തു ധൃതി പിടിച്ച് അങ്ങോട്ട് പോയിട്ട് പവർ സപ്ലൈ നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് പാടില്ല. ഷട്ട് ഡൗൺ ചെയ്തു, സ്ക്രീൻ എല്ലാം ഓഫായി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ പവർ സപ്ലൈ ഓഫ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിപ്പോ നമ്മുടെ ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മൾ ഡയറക്റ്റ് പോയി ഓൺ ആക്കുന്ന ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് ഓഫ് ആക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട. ഈ പറഞ്ഞ സെയിം മെത്തേഡാണ്. ഇപ്പൊ ഏത് സിസ്റ്റം ആണെങ്കിലും ഓഫ് ആക്കണമെങ്കിൽ ഈ സെയിം മെത്തേഡാണ്. ഷട്ട് ഡൗൺ ചെയ്യുക, സ്ക്രീൻ ഓഫ് ആയതിനു ശേഷം മാത്രം നമ്മൾ അതിനെ ലാപ്ടോപ്പ് ആണെങ്കിലും ക്ലോസ് ചെയ്ത് വെക്കുക, ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക. ഈ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോ പറഞ്ഞത് വിൻഡോസ് 11ന്റെ കാര്യമാണ്. അതായത് നമ്മുടെ സിസ്റ്റം അതാണ്. പക്ഷെ ഒരുപാട് പേര് വിൻഡോസ് 7 ഉപയോഗിക്കുന്നവരുണ്ട്, അതായത് പഴയ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നവര്. അപ്പൊ അങ്ങനത്തെ അവർക്ക് വേണ്ടി കൂടെ പറയുവാണ്, ഈ കാണുന്നതാണ് നമ്മുടെ വിൻഡോസ് 7. അതായത് അതിന്റെ സിമ്പല് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിൻഡോസ് 11 നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതാണ് വിൻഡോസ് 11ന്റെ സിമ്പല്. അപ്പൊ ഈ വിൻഡോസ് 7 നമ്മൾ എങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഇവിടെ നമുക്ക് ഈ സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് സൈഡിലാണ് കാണുന്നത്. അതേസമയം നമ്മുടെ വിൻഡോസ് 11 ആവുമ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി, സെന്ററിലല്ല എന്ന ലെഫ്റ്റിൽ നിന്ന് ഒരു ഇച്ചിരൂടെ മുന്നോട്ട് മാറി. അപ്പൊ നമ്മൾ വിൻഡോസ് 7 ആവുമ്പോൾ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ ആണ്. ഈ സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. അതിന്റെ സൈഡിൽ തന്നെ ഷട്ട് ഡൗൺ എന്നുണ്ട്. ഷട്ട് ഡൗൺ എന്ന് ഡയറക്റ്റ് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഷട്ട് ഡൗൺ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ അത്രയും ഉള്ളൂ വിൻഡോസ് 7ലും അതുപോലെ തന്നെ വിൻഡോസ് 11ലും നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാൻ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ സെയിം ആണ്. പിന്നെ അതിന്റെ ആ ഇരിക്കുന്ന സ്ഥലവും അതിന്റെ അപ്പിയറൻസിലൊക്കെയുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ അതൊന്നും ഓർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ട. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ വിൻഡോസ് 7 ആണ്, ഞങ്ങൾ വിൻഡോസ് 11 മേടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട. എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അതിനകത്ത് വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നമ്മള് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ വേണം പവർ ഓഫ് ചെയ്യാൻ. അതായത് ഷട്ട് ഡൗൺ ചെയ്തതിനു ശേഷം മാത്രമേ സ്വിച്ച് ഓഫ് ചെയ്യാവൂ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാവൂ. അപ്പൊ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ദിസ് PC അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഐക്കൺ നമുക്കിവിടെ കാണാൻ പറ്റും. ഐക്കൺ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരണം, അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ്. ഈ കാണുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സിനാണ് നമ്മൾ ഐക്കൺ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും ലാപ്ടോപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ദിസ് PC അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്ന് കാണാൻ പറ്റും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഫയലുകൾ എല്ലാം കിടക്കുന്ന ഒരു സ്ഥലമാണ് മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് PC എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സിസ്റ്റം HP ആണ്, സോ ഇതിനകത്ത് ദിസ് PC എന്നാണ്. ബാക്കിയുള്ളവരുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ക്ലാസ് കണ്ടതിന് ശേഷം. അപ്പൊ ഒന്നുകിൽ മൈ കമ്പ്യൂട്ടർ എന്ന് കാണും, അല്ലെങ്കിൽ ദിസ് PC എന്ന് കാണും. അപ്പൊ നമ്മുടെ സിസ്റ്റത്തില് ദിസ് PC ആണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ദിസ് PC എന്നുള്ളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്താണ് അതിനകത്തുള്ള കാര്യങ്ങളെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഏതൊരു ഐക്കണ് നമുക്ക് അല്ലെങ്കിൽ ഏതൊരു ഫയല് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അതായത് ജസ്റ്റ് നമ്മൾ മൗസ് ഇങ്ങനെ ആ ഒരു ഐക്കണിലോട്ട് വെക്കുക. നമുക്ക് ഇങ്ങനെ കൊണ്ട് അതിലോട്ട് വെക്കുമ്പോൾ തന്നെ അറിയാം ആ ചിത്രത്തിന് ചുറ്റും ഒരു ബോക്സ് പോലെ വരും. അപ്പൊ ആ ചിത്രത്തിന്റെ എവിടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക. അല്ലാതെ ഇന്ന സ്ഥലത്ത് തന്നെ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ആ ഒരു പിക്ചറിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. ഈ കാര്യം നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നലത്തെ ക്ലാസ് കേട്ടവരൊക്കെ ചടപടാതെ ഇപ്പൊ ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്.
അപ്പൊ നമുക്ക് ഈ കാണുന്ന ഏതൊരു ഫയൽ ആയിക്കോട്ടെ, ഫോൾഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് മൗസ് ഇങ്ങനെ അതിലോട്ട് വെക്കുക, അതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു തവണ പ്രസ് ചെയ്തു, പിന്നെ കുറച്ചു സമയം കഴിഞ്ഞ് ഒന്നുകൂടെ പ്രസ് ചെയ്യാന്ന് വെച്ചാൽ നടക്കത്തില്ല. നമ്മൾ അടുപ്പിച്ച് ഒരേ സമയത്ത് തന്നെ അടുപ്പിച്ച് 2 തവണ ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ദിസ് PC അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഓപ്പൺ ആയി വന്നു കഴിയുമ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ലോക്കൽ ഡിസ്ക് ഡി, അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ക് സി അല്ലെങ്കിൽ വിൻഡോസ് സി എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാവരുടെയും സിസ്റ്റത്തിലുള്ള കാര്യമാണ്. ഈ ഡിസ്കുകൾ ചിലരുടെ സിസ്റ്റത്തിലെ ഡിസ്കുകൾ കൂടുതൽ കാണാം. ലോക്കൽ ഡിസ്ക് സി, ലോക്കൽ ഡിസ്ക് ഡി, ലോക്കൽ ഡിസ്ക് ഇ എന്നൊക്കെ പറഞ്ഞ ഡിസ്കുകൾ കുറച്ചുകൂടെ കൂടുതൽ കാണാം. നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പൊ 2 ഡിസ്കുകളേ ഉള്ളൂ, ലോക്കൽ ഡിസ്ക് സിയും അതുപോലെ തന്നെ ലോക്കൽ ഡിസ്ക് ഡിയും. അപ്പൊ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ മേടിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന വഴിക്ക് ഈ സി ഡിസ്ക് അല്ലെങ്കിൽ വിൻഡോസ് സി എന്നുള്ള ഈ ഫസ്റ്റ് ഡിസ്ക് എല്ലാവരുടെയും സിസ്റ്റത്തിൽ ചിലപ്പോൾ ലോക്കൽ ഡിസ്ക് സി എന്നായിരിക്കും, നമ്മുടെ സിസ്റ്റത്തില് വിൻഡോസ് സി എന്നാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്തെ ഫയലുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാമെന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം ഈ ലോക്കൽ ഡിസ്ക് സി അല്ലെങ്കിൽ വിൻഡോസ് സി എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം വർക്കാക്കാനുള്ള സോഫ്റ്റ്വെയറുകളുടെയും സിസ്റ്റത്തിന്റെ ഫംഗ്ഷനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫയലുകളാണ് ഈ കിടക്കുന്നത് മൊത്തം. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ശരിക്ക് നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യമേ അല്ല ഈ ഒരു സിയിൽ കിടക്കുന്നത്. അതായത് നമ്മൾ അതിനെ നോക്കണ്ട, അത് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഫയൽ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ വർക്കിംഗ് നടക്കത്തില്ല. അപ്പൊ നമ്മൾ അത് ഓപ്പൺ ചെയ്യാനോ അതിനകത്തെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും പോകേണ്ട കാര്യം ഇല്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ലോക്കൽ ഡിസ്ക് ഡി, നമ്മുടെ ഫയലുകളും ഡാറ്റകളും ഒക്കെ നമുക്ക് ഈ ഡി ഡിസ്കിലും ഇനിയും അടുത്ത ഈ ഡിസ്ക് ഉണ്ടെങ്കിൽ അതിനകത്തും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അതെന്തിനാന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ സിസ്റ്റം കംപ്ലൈന്റ് ആയിപ്പോയി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മളിത് സർവീസ് സെന്ററിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സി ഡ്രൈവിൽ കിടക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ പോകും. അതായത് നമ്മളിപ്പോ ഫയലുകളെല്ലാം നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ സിസ്റ്റത്തിന് കംപ്ലൈന്റ് വന്നു, നമ്മൾ അത് സർവീസ് സെന്ററിൽ കൊടുത്തു, റിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? നമ്മുടെ സിസ്റ്റം എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പ്രോസസ്സിംഗ് നടന്ന് തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം നമുക്ക് ആ ഡെസ്ക്ടോപ്പിൽ കിടന്ന ഫയലുകൾ ഒന്നും കിട്ടണമെന്ന് ഇല്ല. അതേസമയം നമ്മുടെ ആവശ്യമുള്ള ഡേറ്റകളൊക്കെ ഈ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് PCയിലെ വിൻഡോസ് സി അല്ലെങ്കിൽ ലോക്കൽ ഡിസ്ക് സി ഒഴികെയുള്ള ബാക്കി ഏതൊരു ഡിസ്കിൽ നമ്മൾ സേവ് ചെയ്താലും, അതായത് ചിലരുടെ സിസ്റ്റത്തിൽ ഡിസ്ക് സി അല്ലെങ്കിൽ ഡിസ്ക് ഡി അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞ ഡിസ്കുകൾ കൂടുതൽ കാണാം. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ 2 എണ്ണേ ഉള്ളൂ, സിയും ഡിയും. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഡി ഡിസ്കിലാണ് എന്റെ ഫയലുകളെല്ലാം സേവ് ചെയ്തത് എങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുമ്പോഴും നമ്മുടെ ആ ഫയൽ ആ ഡി ഡിസ്കിൽ തന്നെ കിടക്കും, അത് എവിടെയും പോകത്തില്ല. അതേസമയം നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തെങ്കിൽ ആ ഫയൽ നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വിൻഡോസ് സി അതായത് ലോക്കൽ ഡിസ്ക് സി ഫുൾ അവര് റീഇൻസ്റ്റാൾ ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ പഴയ ഫയലുകളും കാര്യങ്ങളും ഡെസ്ക്ടോപ്പ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഡെസ്ക്ടോപ്പിലുള്ള കാര്യങ്ങളൊക്കെ മിസ്സായി പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഡിസ്ക് എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ ഹാർഡ് ഡിസ്ക് ആണ്, അതായത് പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡാറ്റയാണ്. ഡേറ്റ നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പൊ നമ്മുടെ ഫയലുകളൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ ലോക്കൽ ഡിസ്ക് ഡി അല്ലെങ്കിൽ ലോക്കൽ ഡിസ്ക് ഇ നിങ്ങളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സി ഡ്രൈവ് ഒഴികെ ബാക്കി ഏത് ഡ്രൈവിൽ വേണമെങ്കിലും ഡി അല്ലെങ്കിൽ ഇ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് സൂക്ഷിച്ചു വെക്കുക. അതാവുമ്പോൾ സിസ്റ്റം കേടായി പോയാലും നമ്മൾ റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മുടെ ഫയൽ അവിടെ തന്നെ കാണും, അതായത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മുടെ ഫയല്, നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട ഫയലുകളും കാര്യങ്ങളും ഒന്നും നമ്മൾ ഡെസ്ക്ടോപ്പിലോ മറ്റു സബ് ഫോൾഡറുകളിലോ എങ്ങും നമ്മൾ സേവ് ചെയ്യല്. നേരെ നമ്മൾ ദിസ് PC അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുക, ലോക്കൽ ഡിസ്ക് ഡി എടുക്കുക, അതിനകത്ത് സേവ് ചെയ്യുക. ഡി തന്നെ സേവ് ചെയ്താൽ മതി. നമ്മളല്ലാതെ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മറ്റു ഡിസ്കിന്റെ കാര്യമൊന്നും നമ്മൾ ആലോചിക്കേണ്ട. സി നമുക്ക് ആവശ്യമുള്ളതല്ല, കാരണം കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്.
അതിനകത്തെ ഫയലുകൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ സി നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല, നമ്മൾ അതിനകത്ത് നോക്കുകയേ വേണ്ട. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഡി ഡ്രൈവില് നമുക്ക് ആവശ്യമുള്ള ഫയലുകളെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. നമ്മുടെ സിസ്റ്റം കേടായി പോയാലും നമ്മൾ റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു വരുമ്പം നമ്മുടെ ഫയല് ആ ഒരു ഡി ഡ്രൈവിൽ തന്നെ കാണും, നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിർബന്ധമായും ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പൊ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർ വിചാരിക്കും എന്താണ് ഈ ആന്റിവൈറസ് എന്ന്. ഞാൻ ഈ പറയുന്നത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും മിസ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയാതെ ജസ്റ്റ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി പറയുവാണ്, മസ്റ്റ് ആയിട്ടും നമ്മൾ സിസ്റ്റം മേടിക്കുമ്പോൾ അതിനകത്ത് ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതെന്തിനാന്ന് വെച്ചാല് അല്ല എങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് അഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതായത് വൈറസ് എന്താന്ന് വെച്ചാല് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ തന്നെ തകരാറിലാക്കാൻ കഴിവുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. അതിപ്പം ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ സൂക്ഷ്മജീവിയായ വൈറസിനെ പോലെ തന്നെയാണ്. സ്വയമേ അതിന് പടരാനും അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് സഞ്ചരിക്കാനും നമ്മുടെ കമ്പ്യൂട്ടറിനെ നശിപ്പിക്കാനും അതിന് നാശങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിവുള്ളവയാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സിസ്റ്റം എന്താ പറയാ മോശമായി പോകാതിരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യമാണ്. സിസ്റ്റം വാങ്ങുമ്പോൾ തന്നെ അവിടെ തന്നെ പറഞ്ഞാൽ മതി, അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് തരും. അപ്പം മൊബൈലിനെ നമ്മൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടി സാധ്യത കൂടുതലാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ വൈറസിന്റെ അറ്റാക്ക് വരാനായിട്ട്. സോ നമ്മളൊരു ആന്റിവൈറസിനെ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ പല സൈറ്റുകളും മറ്റും ആക്സസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് വൈറസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്നും അറിയുക തന്നെ ഇല്ല. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ആന്റിവൈറസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ തടഞ്ഞ് മാറ്റിക്കളയും. അതിങ്ങോട്ട് വരും, അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ അതിനെ എന്ത് ചെയ്യും, തടഞ്ഞതിനെ കളയും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇനി എവിടെ പോയി ഇൻസ്റ്റാൾ ചെയ്യുമെന്നോർത്ത് വിഷമിക്കേണ്ട. സർവീസ് സെന്ററിലും കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ സെന്ററിലും ഒക്കെ കൊടുത്ത് അവർ ഇതൊക്കെ ചെയ്തു തരും. നമ്മൾ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം വാങ്ങുമ്പോൾ തന്നെ ആ കടയിൽ അവർ തന്നെ നമുക്ക് ചെയ്തു തരും. ഇനി നമുക്ക് ആന്റിവൈറസ് ഇല്ല എങ്കിൽ നമ്മുടെ അടുത്തുള്ള കമ്പ്യൂട്ടറിന്റെ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ മതി, അവർ നമുക്ക് ആന്റിവൈറസിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കുറച്ച് നല്ല ആന്റിവൈറസ് സോഫ്റ്റ്വെയർ കാസ്പർസ്കി ഉണ്ട്, അതുപോലെ തന്നെ നോട്ട് 32, അവെറ, അവസ്ഥ, ഇതൊക്കെ കുറച്ച് ആന്റിവൈറസിന്റെ പേരുകളാണ്. അപ്പൊ ഈ ആന്റിവൈറസിനെ പറ്റിയുള്ള കൂടുതൽ ക്ലാസ്സുകളൊക്കെ എന്താ പറയാ അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ പറയാം. ഇന്നിപ്പോ ജസ്റ്റ് ഇതങ്ങ് ടച്ച് ചെയ്ത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്തത് നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയറുകളും ആവശ്യമില്ലാത്ത ഫയലുകളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നമുക്ക് ആവശ്യമില്ലാത്തതിനെയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയറുകൾ ഉണ്ടെങ്കിൽ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതായത് സിസ്റ്റത്തിൽ നിന്നും അതിനെ റിമൂവ് ചെയ്ത് കളയുക. അപ്പൊ അത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു പോകാം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. നമ്മുടെ സിസ്റ്റം വാങ്ങിയവരൊക്കെ ഒന്ന് നോക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് ഓടിച്ചുവിട്ട് പറയാം. ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ സിസ്റ്റം പ്രോപ്പറായ രീതിയിൽ ഷട്ട് ഡൗൺ ചെയ്ത് മാത്രമേ ഓഫ് ആക്കാവൂ. അല്ലാതെ നമ്മൾ ധൃതി പിടിച്ചു പോയി പവർ പ്ലഗ് ഓഫ് ചെയ്യല് അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ നമ്മൾ ഓൺ ആക്കിയ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ ഓഫ് ആക്കല്, ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഷട്ട് ഡൗൺ ഉപയോഗിച്ച് മാത്രമേ അതിനെ ഓഫ് ആക്കാൻ പാടുള്ളൂ. ഷട്ട് ഡൗൺ ചെയ്ത് സ്ക്രീനെല്ലാം ഓഫ് ആയതിനു ശേഷം മാത്രം നമ്മൾ അതിനെ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ രണ്ടാമത് പറഞ്ഞ ഡിസ്കുകളെ പറ്റിയാണ്. നമ്മുടെ ഫയലുകൾ എപ്പോഴും മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ദിസ് പി സിയിലുള്ള ലോക്കൽ ഡിസ്ക് ഡി അല്ലെങ്കിൽ ലോക്കൽ ഡിസ്ക് ഇ എന്ന് പറയുന്ന ഡ്രൈവുകളിലെ സേവ് ചെയ്ത് വെക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ ഫയൽ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്, ഇപ്പൊ സിസ്റ്റം ഒക്കെ ഡാമേജ് വരുവാണെങ്കിൽ. പിന്നെ അതിനകത്തെ ലോക്കൽ ഡിസ്ക് സി എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ സിയിൽ കിടക്കുന്നത്. പിന്നെ പറഞ്ഞ കാര്യം മസ്റ്റ് ആയിട്ടും നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ വേണം. അതായത് വൈറസ് അറ്റാക്കിനെയൊക്കെ
എന്താ പറയാ തടഞ്ഞു നിർത്താൻ ഇത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആന്റിവൈറസ്. ഇനിയിപ്പോ വൈറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞ കാര്യം, നമ്മുടെ സിസ്റ്റത്തിൽ ആവശ്യമില്ലാത്ത ഫയലുകൾ ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ മൊബൈലിലും ചെയ്യുന്ന കാര്യമല്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. സെയിം കാര്യം തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിലും ആവശ്യമില്ലാത്ത ഫയലുകളും ആപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തുടക്കക്കാർ നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ സിസ്റ്റത്തിനെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അതായത് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പുതിയ ലാപ്ടോപ്പൊക്കെ മേടിച്ചവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങളുടെ സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിച്ചോളൂ. എല്ലാവരുടെ കമൻസ് കാണുന്നുണ്ട്, സമയം പോലെ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നുണ്ട്, മെയിലുകളും ഒക്കെ അയക്കുന്നുണ്ട്. എല്ലാം ഞാൻ സമയം അനുസരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. നാളെ അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.